CPI മെമ്പർഷിപ്പ് പുതുക്കാൻ താൽപ്പര്യമില്ലെന്ന് മുൻ ദേവികുളം MLA S. രാജേന്ദ്രൻ. ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല. പാർട്ടിയിൽ താൻ തുടരരുതെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയുടെ ആഗ്രഹം. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നതുകൊണ്ട് BJPയിൽ പോകുമെന്ന് അർത്ഥമില്ലെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. സഹകൾ വന്നിരുന്നു, പാർട്ടിയാണ് വരുന്നത്. അത് ആ നിലയിൽ ബഹുമാനത്തോട് തന്നെയാണ് കാണുന്നത്. മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വാദത്തിലേക്കോ ഒരു പ്രചരണത്തിലേക്കോ പോകാൻ ആഗ്രഹിച്ചതുമല്ല. പിന്നെ എന്നും ഈ വാർത്ത വരുന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോൾ വേണേൽ ആരെങ്കിലും പറയുമോ എന്ന് നോക്കാലോ. അത് കെട്ടിച്ചമച്ച് ചതി ഉണ്ടാക്കിയതാണ്. ആ ചതിയൻ ആളുകൾ ഒപ്പം നിന്ന് പോകാൻ എനിക്ക് മനസ്സ് അങ്ങോട്ട് അടുക്കുന്നില്ല. അതാണ് മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ പറ്റാത്തത്. രാഹുൽ വിജയഞ്ചേരിയാണ്. രാഹുൽ, അപ്പോൾ CPM-ആയുള്ള ബന്ധം ഏതാണ്ട് വേർപെടുത്തുകയാണ് രാജേന്ദ്രൻ എന്ന് മനസ്സിലാക്കാൻ. സസ്പെൻഷനാണ് ഇപ്പോൾ ഉള്ളത്. തിരികെ അങ്ങോട്ടേക്കില്ല, തിരികെ എങ്ങോട്ടേക്കാണ് എന്നാണ് ചോദ്യം. രാജേന്ദ്രൻ, എന്തായാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മറുപടി ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജേന്ദ്രൻ BJPയിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കാര്യമായിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാജേന്ദ്രൻ പറഞ്ഞത് താൻ BJPയിലേക്കില്ല, BJPയുടെ നേതാക്കൾ PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നു, പക്ഷേ പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ വാർത്തകളൊക്കെ വലിയ രീതിയിൽ വന്നതിന് പിന്നാലെയാണ് CPM-ന്റെ ഏരിയ സെക്രട്ടറി ഈ രാജേന്ദ്രന്റെ വീട്ടിലെത്തുകയും മെമ്പർഷിപ്പ് പുതുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മെമ്പർഷിപ്പ് പുതുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KV ശശിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള വിമർശനവും രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് വന്നു. കാരണം മൂന്നാറിലെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടിയാണ് KV ശശി. ഈ KV ശശിയാണ് തനിക്കെതിരെ നടപടിയെടുക്കാൻ കാരണക്കാരനെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഈ രാജേന്ദ്രൻ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, KV ശശിയാണല്ലോ BJP നേതാക്കൾ വീട്ടിലെത്തിയാലും ചർച്ച നടത്തിയാലും സ്ഥിരീകരിച്ചത് രാജേന്ദ്രൻ തന്നെയാണ്. CPM-ലേക്ക് ഇനിയില്ല, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന രാജേന്ദ്രൻ്റെ നിലപാട് ആ ചർച്ചകൾക്ക് കൂടുതൽ കരുത്തു പകരുമോ? രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.